കൊണ്ട് കൊടുത്തു. ചേട്ടാ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞങ്ങളൊരു ചാനലിൽ നിന്ന് വരുന്നതാണേ. കേൾക്കാമോ? ഞാൻ പറയണേ കേൾക്കാമോ? ഞങ്ങളൊരു ചാനലിൽ നിന്ന് വരുന്നതാണേ. അപ്പോൾ എവിടെയാണ് താമസമൊക്കെ? എവിടെയാണ്? ഇവിടെ തന്നെയായിരുന്നോ നാട് ഇവിടെ തന്നെയായിരുന്നോ? ഓ ശരി. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചായിരുന്നോ? ചോറ് കഴിച്ചോ? കഴിക്കണേ, കുറച്ചേ ഉള്ളൂ കാര്യം കേട്ടോ. പോയിട്ട് വരാം. ശരി. അങ്ങനെ ഒരു ചേട്ടനെ ഞങ്ങൾ കണ്ടു, പുള്ളിക്ക് കൊടുത്തു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചെന്നാണ് പറഞ്ഞെങ്കിലും പാവം കഴിക്കട്ടെ. മഴയുടെ ചെറിയ തടസ്സമുണ്ട്. എന്തായാലും അടുത്തിനി അങ്ങോട്ട് പോയി നോക്കാം. പോവാ. അതായത് രണ്ടാമതൊരു ചേട്ടനെ കണ്ടു. ആയിരിക്കും ചേട്ടാ. എന്തായാലും കഴിച്ചായിരുന്നോ? ഓ ഞങ്ങളൊരു ചാനലിൽ നിന്ന് വരുന്നതാണേ. ഞങ്ങളിപ്പം തുടങ്ങിയുള്ളൂ, ഒരു ചാരിറ്റി ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. ഓ എവിടെയാണ് താമസമൊക്കെ? ഇവിടെ വീഡിയോ എടുക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, കാരണം ഞങ്ങൾക്കിത് കാണിക്കണം. അതാണ്, ഞങ്ങളിതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് വന്നത്. എവിടെയായിരുന്നു താമസം? അല്ല, നാട് എവിടെയാണ്? ഓ 32 വർഷം. ജോലി അങ്ങനെ എന്തെങ്കിലും നോക്കിയിരുന്നോ? ഞങ്ങള് നമ്മുടെ ഒരു വർഷത്തിനകത്തുള്ള ഒരു പ്ലാനാണ്. ഞങ്ങൾ ഇതേപോലെ ഒരു 2 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് നിങ്ങളെ പോലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒരു വീട് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇനി സ്പോൺസർമാരെ എല്ലാവരും കണ്ടെത്തണം. നമ്മളിപ്പോൾ തുടങ്ങിയതുള്ളൂ എന്തായാലും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തും വരാം. എന്റെ പേര് സുജിൻ. ചേട്ടന്റെ പേരെന്താ? ദേവൻ. ഓക്കെ, നമ്മൾ അടുത്തേക്ക് കാണാം. ഓക്കെ, ശരി. ചേട്ടാ കഴിച്ചോ. പൈസ എന്തെങ്കിലും വേണോ? ചായ കുടിക്കാൻ ഞാൻ ഒരു 50 ചായ എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കണം. ഓ ശരി. അങ്ങനെ ഒരു പുള്ളിയെ കണ്ടു, കൊടുത്തു. ഇനി ഒരു 3 പേർക്കും കൂടെ കൊടുക്കാനുണ്ട്. ഞങ്ങളൊരു 3ാമതൊരു ചേട്ടനെ കണ്ടു. പുള്ളിക്ക് എന്തായാലും കൊണ്ടുപോയി കൊടുത്തിട്ട്. ചേട്ടാ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞങ്ങളൊരു ചാരിറ്റിയിൽ നിന്ന് വരുന്നതാണേ. ഞങ്ങളിപ്പം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഒരു 6 മാസത്തിനകത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് നിങ്ങളെ പോലുള്ളവർക്ക് ഒരു സ്ഥലം വാങ്ങിച്ച് നിങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസമൊക്കെ? എവിടെയാണ്? ഇവിടെ തന്നെയാണ്. ശരി. പോയിട്ട് വരാം. രണ്ട് പേര് ഇതാ ഇവിടെ കിടപ്പുണ്ട്. അവർക്ക് എന്തായാലും 2 പേർക്ക് കൊടുക്കാം. എന്തേടാ? ഓ 2 ഉള്ളൂ. കുഴപ്പമില്ല. ഓ ശരി. അതുവഴി നടന്നു വരാം. അതുവഴി നടന്നു കൊടുക്കുന്ന ഇതുവഴി കൊടുക്കാന്നാ? ഓ ഇന്നങ്ങനെ 5 പേർക്ക് നമ്മൾ കാപ്പി വാങ്ങി. 5 പേർക്ക് ഇതിൽ 2 പേർക്ക് കൂടെ ഉള്ളൂ. ചേട്ടാ കാപ്പി. ചേട്ടാ കുറച്ച് ദോശ കഴിക്കുന്നു. അങ്ങനെ ഇന്നത്തെ 2ാമത്തെ ദിവസവും കഴിഞ്ഞു. എന്തായാലും കാപ്പി കഴിക്കട്ടെ പാവങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് വേറെന്താ